നമ്മളിന്നേ പയറ് കൃഷി വിളവെടുക്കാൻ പോവാം. ഇത് 4ാമത്തെ ട്രിപ്പ് പയറാണ് പറിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് ഏകദേശം ലാസ്റ്റ് സീസണായി പറിക്കേണ്ടത്. നമ്മൾ നട്ടപ്പോഴൊക്കെ നമുക്കിത് വീഡിയോ എടുക്കണം എന്നുള്ള ഐഡിയ ഒന്നും ഇല്ലാതായിപ്പോയി. അപ്പം ഞാൻ മാത്രമല്ല വീഡിയോ എടുക്കുന്നത്, എൻ്റെ കൂടെ കുറച്ച് കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങളെന്താ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. മക്കളെ, പരിസ്ഥിതി എന്നാ എന്താ പരിസ്ഥിതിന്റെ പ്രത്യേകത? എന്താ? ചെടികൾ നടുക അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ തൈകൾ കിട്ടിയായിരുന്നോ? നട്ടോ? തൈയൊക്കെ നട്ടോ? വെള്ളം ഒഴിക്കും അതിന്? അപ്പം എല്ലാരും വീട്ടിൽ ചെടിയൊക്കെ നടണം കേട്ടോ. നിങ്ങക്ക് കൃഷി ഇഷ്ടമാണോ? കൃഷി ഇഷ്ടമല്ലേ? അപ്പം നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോന്നേ? നമ്മൾ നമ്മുടെ പയർ വിളവെടുക്കാൻ പോവാ. അപ്പം എല്ലാരും വീട്ടിൽ പോയി കൃഷിയൊക്കെ ചെയ്യുവോ? ചെയ്യും അല്ലേ? വീട്ടിൽ പോയി നടണേ? കൃഷിയൊക്കെ ചെയ്യത്തില്ലേ? ചെയ്യും. അപ്പം എന്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. എന്താ നമ്മുടെ ചാനൽ പേരെന്തായിരുന്നു? വീട്ടിൽ കൃഷി ചെയ്യാൻ പോവാ. ഇത് കണ്ടോ? ഈ പരിവുള്ള പയർ നമ്മൾ നോക്കി പറിക്കണം കേട്ടോ. ഇത് കണ്ടോ? ഇതായിട്ടുള്ളു. ഈ ചെറിയ പയറില്ലേ ഇതൊക്കെ ഇതൊന്നും പറിക്കല്ലേ കേട്ടോ. ഈ വലിപ്പമുള്ള പയറൊക്കെ ഇല്ലേ, ഇത് ഇച്ചിരി മൂത്ത് പോയി എന്നാലും കുഴപ്പമില്ല. വലിപ്പമുള്ള പയറൊക്കെ ഇല്ലേ, അതെല്ലാം നോക്കി പറിക്കണേ. ഞാൻ പറയാം. കാര്യം ചെയ്യും, അങ്ങോട്ട് നോക്കൂ. ബാബാ പറയാതെ. എല്ലാരും വലിപ്പമുള്ള പയർ നോക്കി പറിച്ചു. കൊച്ചു പയർ നോക്കി പറിക്കല്ലേ. ഇതെല്ലാം നമ്മുടെ കുട്ടികളാണ്. ഇതുങ്ങളൊക്കെ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോഴേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിങ്ങളുടെ ഈ ആവേശമൊക്കെ ഒന്ന് കാണാണ്ട് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ ആരാ വിളവെടുക്കുന്നത്, ആരാ ഏറ്റവും ഹൈറ്റിലുള്ള വിളവെടുക്കുന്നത്, ആരാ ആദ്യം വിളവെടുത്ത് തീരും എന്ന് വേണ്ട, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മത്സരമായിരുന്നു. നമ്മളിവിടെ സാധാരണ കൃഷി ചെയ്യുമ്പോഴേ കുട്ടികളും നമ്മുടെ ഒപ്പം കൂടാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അവർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വെള്ളമൊഴിക്കാനും വിളവെടുക്കാനും ഒക്കെ കൂടെ കാണും കേട്ടോ. ഇത് അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇതുണ്ടോ? ഇത് നല്ല പയറാണോ? ഇത് ഇതിനെന്താ കുഴപ്പം? എന്തുവാ? പുഴു കടിച്ച പയർ. ഈ പുഴു കടിച്ച പയർ നമ്മൾ ഉപയോഗിക്കുമോ? വേണം, ഉപയോഗിക്കാം. ഇത് മുറിച്ച് കളഞ്ഞിട്ട് എന്താ പുഴു കടിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ? കേട് പോലെ കണ്ടോ? പുഴുവിനകത്തായിരുന്നു. കണ്ടോ? ഇത് പന്നലായി പോയി കേട്ടോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മള് നല്ലത് നോക്കി പറിക്കണം. അല്ല, ഇങ്ങനെ ഈ പുഴു ഇതുപോലെ കുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇതിനകത്ത് കവർ ഇടുവോ? പയറിൽ എത്ര പയറുണ്ട്? പയറിൽ കവർ ഇടാൻ പറ്റുമോ നമുക്ക്? എന്ത് ചെയ്യണം? മരുന്നടിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മള് കീടനാശിനി അടിക്കുവോ, വിഷമുള്ള കീടനാശിനി അടിക്കുവോ, അതോ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ജൈവ കീടനാശിനി, ജൈവമായിട്ടുള്ള കീടനാശിനി വിഷം കഴിച്ച് നമുക്ക് തന്നെ ബാധിക്കത്തില്ല? വിഷം കഴിച്ചാല് ബാധിക്കത്തില്ലേ? അപ്പൊ ഇത് കഴിക്കാൻ പറ്റുമോ വിഷം അടിച്ചാല്? ഇല്ല. അപ്പൊ നമുക്ക് ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഏത് മരുന്ന് അടിക്കാം? നമുക്ക് ഇത് ജൈവമായിട്ടുള്ള മരുന്ന് അടിക്കാം. ഒരു ജൈവമായിട്ടുള്ള മരുന്ന് ഏതാ? ഒരു ഉദാഹരണം പറ. ഒരു ജൈവമായിട്ടുള്ള ഒരു മരുന്ന് ഏതാ? വെള്ളമാണോ മോനെ? പറ. സ്കൂളിൽ പുസ്തകത്തിൽ പഠിക്കാനില്ലേ? പുസ്തകത്തിൽ ഇതില്ലായിരുന്നോ? വലിയ ക്ലാസ്സിലായിരിക്കും അല്ലേ? നമ്മുടെ ഇത് കേട്ടിട്ടില്ലേ? വേപ്പെണ്ണ കേട്ടിട്ടുണ്ടോ? വേപ്പെണ്ണ കേട്ടിട്ടില്ലേ? പുകയില കഷായം കേട്ടിട്ടുണ്ടോ? വേപ്പെണ്ണ, പുകയില കഷായം. ഈ വേപ്പെണ്ണ ഇല്ലേ, വേപ്പെണ്ണയും സോപ്പും ഒക്കെ നമുക്ക് മിക്സ് ചെയ്താൽ ഈ പയറിനെല്ലാം അടിക്കാം. പയറിനടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റും? ഈച്ച കുത്തി പുഴുവാകുമോ? ഇല്ല. നല്ല പയർ നമുക്ക് കിട്ടും. ഒക്കത്തില്ലേ? കുഴപ്പമില്ല. പറിച്ചു. അയ്യോ, പറിച്ചു. മിടുക്കന്മാര്. എത്ര പയർ പറിച്ചു? നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ കുട്ടികളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ആ കുട്ടികളെയാണ് നമ്മളിപ്പം മണ്ണിലും ചെളിയിലും കളിക്കാൻ വിടാതെ വീടുകളിൽ അടച്ചുപൂട്ടി ഒരു സ്മാർട്ട് ഫോണും കൊടുത്ത് ഒരു മൂലയ്ക്ക് ഇരുത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കുട്ടികളെ മറ്റുള്ള കുട്ടികളുടെ മാർക്ക് പറഞ്ഞ് കളിയാക്കാതെ, അവരെ വഴക്ക് പറയാതെ അവരെ തുറന്നു വിടണം കേട്ടോ. അവരെ തുറന്നു വിട്ട് അവർ മണ്ണിലും ചെളിയിലും കളിക്കട്ടെ, കളിച്ച് തന്നെ വളരട്ടെ.
അവർ ചെടികൾ നട്ടിട്ട് കൃഷി ചെയ്തിട്ട് അവരുടെയായിട്ടുള്ള സന്തോഷം കണ്ടെത്തിട്ട് അവരുടെ ക്രിയേറ്റിവിറ്റി വളരട്ടെ. ഭാവിയിൽ അവർ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ എന്ന് വേണ്ട ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ ചെറുപ്പത്തിൽ ശീലിച്ചുണ്ടല്ലോ മണ്ണിൽ നിന്ന് പഠിച്ച പാഠങ്ങളുണ്ടല്ലോ അവർ ജീവിതത്തിൽ മറക്കത്തില്ല. കഴിഞ്ഞ വെക്കേഷനെ ഞാൻ ടെറസിൻ്റെ മേളിൽ തണ്ണിമത്തൻ കൃഷിയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ കുട്ടികളത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം, നമ്മുടെ വീട്ടിൽ തണ്ണിമത്തനൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുങ്ങൾ കഴിച്ച് തണ്ണിമത്തൻ്റെ കുരു ഇതുപോലെ കൊണ്ട് പറമ്പിലിട്ട് അവിടെ കണ്ടൊരു പുല്ലെങ്ങാണ്ടാ കിളുത്ത് വന്നത്. ഇവർ തണ്ണിമത്തൻ കിളുത്ത് പറഞ്ഞ് ഭയങ്കര സന്തോഷം. എന്നും ചെന്ന് വെള്ളം ഒഴിക്കുന്നു, അതിനെ നോക്കുന്നു. മാമാ തണ്ണിമത്തൻ കിളുത്ത് മാമാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കാണിച്ച്. ഞാനായിട്ട് തിരുത്താനും പോയില്ല, അവരുടെ സന്തോഷം കളയുന്നത് ശരിയല്ലല്ലോ. മക്കളെ അതിനെ അവിടെ കൊണ്ടിട, കൈയൊക്കെ നിറഞ്ഞില്ല, ഞാൻ പയർ അവിടെ കൊണ്ടിട്ടെ. ചെൽ പയ പറിച്ചല്ല അവിടെ കൊണ്ടിട. ചെൽ ചെൽ ചെൽ. ആ ഓരോരുത്തർ പറിച്ച് അങ്ങോട്ട് വെക്ക്. മക്കളെ നമ്മുടെ പയർ വിളവെടുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പയർ കൃഷിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാം വീട്ടിൽ പോയി കൃഷി ചെയ്യുവോ? ചെയ്യും അല്ലേ? നിങ്ങക്ക് പയർ തോരനാണോ ഇഷ്ടം, പയർ മെഴുക്കുവരട്ടിയാണോ ഇഷ്ടം? പയർ തോരനാണോ ഇഷ്ടം? സ്കൂളിൽ പൊതിയുടെ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടമല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ എന്തുണ്ടാക്കി തരണ്ട? പയർ തോരൻ ഉണ്ടാക്കി തരണോ, പയർ മെഴുക്കുവരട്ടി? ഓക്കെ, അതൊരു കാര്യം ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് പയർ മെഴുക്കുവരട്ടിയും പയർ തോരനും നമുക്ക് ഉണ്ടാക്കി തരാം കേട്ടോ. ഹാപ്പി അല്ലേ? ഇതേ നമ്മുടെ പയറിൻ്റെ മൂട്ടിൽ കുറച്ച് പാവൽ വീണ് കിളുത്തായിരുന്നു. അപ്പോൾ നമ്മളിത് പറിച്ച് കളയാനൊന്നും നിന്നില്ല, ഇത് കിളുക്കട്ടെന്ന് ഓർത്തു. അതുകൊണ്ട് നമ്മുടെ പയറിൻ്റെ കൂട്ടത്തിൽ ഇത് പാവൽ കയറ്റി വിട്ടിട്ടുണ്ട്. നല്ലതായിട്ട് കായ്ക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ നേരത്തെ നട്ട പാവലിൻ്റെ ആയിരുന്നു, നമ്മൾ കുരു വെറുതെ കളഞ്ഞപ്പോൾ ഇവിടെ കിളുത്താണ്.